ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇസ്രായേൽ ജനതയുടെ മരുഭൂമി അനുഭവത്തിൻ്റെ യാത്രകളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഇന്നത്തെ വചനഭാഗങ്ങളിലൂടെ നമ്മൾ കാണുക. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്ന ഇസ്രായേൽ ജനം അവരുടെ ഓരോ ജീവിത സാഹചര്യത്തിലും ദൈവമായ കർത്താവ് അവരെ വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുവരികയാണ്. പല അനുഭവങ്ങളുണ്ടായിട്ടും പല ജീവിത സാഹചര്യങ്ങളുണ്ടായിട്ടും പൊന്നുപോലെ പൊതിഞ്ഞ് സൂക്ഷിച്ച് കർത്താവ് ഈ ജനത്തെ വാഗ്ദാനത്തിന് നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഈ അവസരത്തിൽ ഈ വചനഭാഗം വായിക്കുന്നതിന് തൊട്ടു മുമ്പായി എസെക്കിയേലിന്റെ പുസ്തകം 20-ാം അധ്യായം നമ്മൾ വായിക്കണം. കാരണം അവിടെ ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിലൂടെ യാത്രയിൽ ദൈവമായ കർത്താവ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് കൃത്യമായിട്ട് അവരെ ബോധിപ്പിച്ചിട്ട് പറയുകയാണ്. നിങ്ങൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ജനമാണെന്നും നിങ്ങളൊക്കെ റിബല്യസ് ആയിട്ട് നിൽക്കുന്ന ജനമാണെന്നും ഒക്കെ അറിയാമായിട്ടും ഞാൻ നിങ്ങളെ നശിപ്പിക്കാതിരുന്നത് മറ്റു ജനങ്ങൾ എൻ്റെ മഹത്വം അംഗീകരിക്കില്ലല്ലോ എന്നുള്ള ചിന്തയാലാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിന് കോട്ടം സംഭവിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ജനത്തെ അവിടുന്ന് നശിപ്പിക്കാത്തത്. ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊക്കെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്നുള്ള ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനിയുള്ള വചനഭാഗങ്ങൾ നമ്മൾ കേൾക്കാനും വായിക്കാനും അതുപോലെ തന്നെ ധ്യാനിക്കാനും. മരുഭൂമി അനുഭവത്തിൻ്റെ അടുത്ത ഒരു സീനിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കണ്ട ഓരോ സ്ട്രക്ചറും, കാരണം ഇസ്രായേൽ ദർ ഇസ് എ ലാക്ക് ഓഫ് സംതിങ്. അവിടെ അവരുടെ ജീവിതത്തിൽ അവരുടെ യാത്രയിൽ എന്തോ ഒന്നിൻ്റെ കുറവുണ്ടായി. ആ കുറവ് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം പിറുപിറുത്തു. അതിൻ്റെ ഫലമായി മോശ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ഈ സംഭവങ്ങളിലെയൊക്കെ പശ്ചാത്തലം അടങ്ങിയിരിക്കുക. 17-ാമത്തെ അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണുന്നുണ്ട്. മാസായിലും മെരീബായിലും കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും, അതുപോലെ തന്നെ അമലേക്യരുടെ യുദ്ധത്തിൽ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനതയെ എങ്ങനെ നയിച്ചുവെന്നും 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് പാറയിൽ നിന്ന് ജലം കൊണ്ടുവരുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 15-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ മാറായിലെ വെള്ളം കയ്പ് നിറഞ്ഞതായിരുന്നു. ആ വെള്ളത്തിലേക്ക് ഒരു തടിക്കഷ്ണം ഇട്ടു, ആ വെള്ളം മധുരിച്ചു. അതിൻ്റെ പ്രതീകം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ആ പ്രതീകമായിരുന്നു കുരിശിൻ്റെ പ്രതീകത്തെയാണ് അവതരിപ്പിക്കുക. കയ്പ് നിറഞ്ഞ ജീവിതങ്ങളിലേക്ക് കർത്താവിൻ്റെ കുരിശ്, കർത്താവിൻ്റെ തടിക്കഷ്ണം കുരിശ്, അത് രുചിപ്രദമായിട്ടുള്ള അനുഭവമായി രൂപാന്തരപ്പെടുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെയും 17-ാമത്തെ അധ്യായത്തിലും മെരീബായിലും മാസായിലും നമ്മൾ കാണുന്നത് ഇതേ ജീവിത സാഹചര്യമാണ്. ഒന്നാമതായിട്ട് പറയുന്ന അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല. 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ സമാപനം. പിന്നെ അടുത്തത് ജനം മൂശയെ കുറ്റപ്പെടുത്തി. ജനം മൂശയെ കുറ്റപ്പെടുത്തി. ആ വാക്ക് ഉപയോഗിക്കുന്നത് റീവ് എന്നുള്ള വാക്കാണ്. റീവ്, കുറ്റപ്പെടുത്തി. ദൈവം മോശയെ ജനം കുറ്റപ്പെടുത്തി. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു. മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനെന്നെ കുറ്റപ്പെടുത്തുന്നു? എന്തിന് കർത്താവിനെ പരീക്ഷിക്കുന്നു? നീ എന്തിനാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്? അടുത്ത 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മോശ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു. ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സയാക്ക് എന്നുള്ള വാക്കാണ്. ഹീബ്രു വാക്കുകൾ, 2 വാക്കുകൾ നമ്മൾ പഠിച്ചു. അതായത് ഒന്ന്, മോശയെ കുറ്റപ്പെടുത്തുന്ന ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാക്കാണ് റീവ്. 2, നിലവിളിക്കുന്ന മോശയെ കൊടുത്തിരിക്കുന്ന വാക്കാണ് സയാക്ക് എന്നുള്ള വാക്ക്. ഇനി പറയുന്നത് ഭംഗം, ഈ ജനത്തോട് ഞാൻ എന്താണ് ചെയ്യുക? കർത്താവ് മോശയോട് ചെയ്തു, ഏതാനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോടൊത്ത് ഈ ജനത്തിന് മുമ്പേ പോവുക, നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച് വടിയും കയ്യിലെടുത്തുകൊള്ളുക. ഇതാ നിനക്ക് മുമ്പിൽ ഹൊറേബിൽ പാറമേൽ ഞാൻ നിൽക്കും. ആ പാറയിൽ അടിക്കണം. അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും. ഇസ്രായേൽക്കാർ അവിടെ വെച്ച് കലഹിച്ചതിനാലും കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനെ പരീക്ഷിച്ചാലും മോശ ആ സ്ഥലത്തിന് മാസ എന്നും മെരീബ എന്നും പേരിട്ടു.
ഇതാണ് ഈ രണ്ട് സ്ഥലങ്ങളുടെയും ഉൽപ്പത്തിയെക്കുറിച്ച് കൊടുക്കുന്ന ഭാഗങ്ങൾ. മാസ എന്നും മെരീബ എന്നും. മെരീബ എന്ന വാക്ക് കടന്നു വന്നിരിക്കുന്നത് റീവ് എന്ന വാക്കിൽ നിന്നാണ്. റീവും മെരീബായും ഇവിടെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ റീവ് എന്ന വാക്കിൻ്റെ അർത്ഥം മോശയെ ജനം കുറ്റപ്പെടുത്തി എന്നുള്ളതാണ്. രണ്ട്, മാസ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു വന്നിരിക്കുന്നത് കർത്താവിനെ പരീക്ഷിച്ചു എന്നുള്ളത് കൊണ്ടാണ്. കർത്താവിനെ അവർ പരീക്ഷിച്ചു എന്നുള്ളത് കൊണ്ടാണ് മാസ എന്ന വാക്ക് കടന്നു വന്നിരിക്കുന്നത്. അതാണ് 17-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്കിൽ കടന്നു വന്നിരിക്കുന്നത്. മസ എന്ന വാക്ക് വന്നിരിക്കുക, ദൈവത്തെ അവർ പരീക്ഷിച്ചു. അപ്പം ഈ രണ്ട് വാക്കുകളും ചേർന്നാണ് ഇവിടെ ഈ വാക്കുകളുടെ ഈ സ്ഥലത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് കൊടുക്കുന്ന ഭാഗമാണ് 17-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വചനഭാഗങ്ങളിൽ. രണ്ടാമതായി ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് വെള്ളമില്ല, അതുകൊണ്ട് മോശയോട് അവർ പിറുപിറുത്തു, മോശയെ കുറ്റപ്പെടുത്തി. അപ്പോൾ മോശ ദൈവത്തിൻ്റെ അടുത്ത് ചെന്നു, ദൈവത്തിന് മുമ്പ് നിലവിളിച്ചു. ഇസ്രായേൽക്കാരുടെ നിലവിളിയെക്കുറിച്ചാണ് അവിടെ പറയുക. സയാക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ ഇസ്രായേൽ ജനം ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ചപേക്ഷിക്കുന്നത് പോലെ തന്നെ മോശ ഇസ്രായേലിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ നിലവിളിക്കുന്നു. 4-ാമത്തെ രംഗം ദൈവമായ കർത്താവ് പറയുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് പാറമേൽ അടിക്കുക, ആ പാറയിൽ ഞാൻ ഉണ്ടാകും. അത് ആരെയാണ് സൂചിപ്പിക്കുക? ദൈവമായ കർത്താവ് ശക്തമായ പാറയാണ്. കർത്താവാകുന്ന പാറമേലടിക്കുക. കർത്താവാണ് ജീവജലത്തിന്റെ അരുവി തരുന്നത്. ആ ഒരു ചിന്തയോടുകൂടി ഈ പാറമേലടിക്കുന്ന അനുഭവത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായ ഒരു ചിത്രമുണ്ട്. കൂടാരത്തിരുന്നാളിൽ ഈശോ പഠിപ്പിക്കുന്ന ഒരു ചിത്രം. ജെറുസലേം ദേവാലയത്തിന്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ജെറുസലേം ദേവാലയത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഈശോ ജനത്തെ പഠിപ്പിക്കുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി ഞാൻ ഒഴുക്കും. ഇത് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. ഒരു കൂടാരത്തിരുന്നാളിൽ ഇസ്രായേൽ ജനം ചെയ്ത ഒരു കാര്യമുണ്ടായിരുന്നു. അവർ പാറയുടെ മുകളിലേക്ക്, ജെറുസലേം ദേവാലയത്തിന് മുമ്പിലുള്ള പാറയുടെ മുകളിലേക്ക് ഷീലോഹ എന്ന് പറയുന്ന അരുവിയിൽ നിന്ന്, താഴെയുള്ള അരുവിയിൽ നിന്ന് അവർ വെള്ളം കൊണ്ടുവന്ന് അവിടെ ഒഴിക്കും. ആ ഒഴിക്കുന്ന വെള്ളം കണ്ടുകൊണ്ടാണ് ഈശോ പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ. ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് വിശുദ്ധ ഗ്രന്ഥകാരൻ ചൂണ്ടിക്കാണിക്കുന്ന ഭാഗം പുറപ്പാടിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിലാണ്. കാരണം മോശയോട് കർത്താവ് പറയുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ഈ പാറമേൽ അടിക്കണം, പാറ പുളർന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ജലം നൽകും. ഇതെല്ലാ സൂചനകളും നമ്മുടെ കർത്താവ് യേശു മിശിഹായാകുന്ന ആ വ്യക്തിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ കണ്ട മാറായിലെ വെള്ളം, ആ വെള്ളം മധുരിതമാക്കിയത് കുരിശാണെങ്കിൽ, പാറയിൽ നിന്ന് പുറപ്പെടുന്ന ജലം ഇസ്രായേൽ ജനത്തിൽ കൊടുത്ത ദൈവത്തിൻ്റെ പ്രതീകമായിട്ട് ഈശോ മിശിഹായെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈശോ പറയുന്നു, ഞാനാകുന്നു ജീവജലത്തിൻ്റെ അരുവി എന്ന് പറയുന്നതിലൂടെ. ഇങ്ങനെയാണ് വചനഭാഗത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത രംഗമാണ് അമലേക്യരുമായിട്ടുള്ള യുദ്ധം നടക്കുന്നത്. എന്താണ് 17-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിലാണ് ഈ യുദ്ധത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ പറയുന്നത്. അമലേക്യര്, ഇസ്രായേലിൻ്റെ വഴിയാത്രയിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. യുദ്ധം ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ വേണ്ടി. ആദ്യത്തെ യുദ്ധം നടക്കുന്നത് അമലേക്യരുമായിട്ടുള്ള യുദ്ധം. പിന്നീട് യുദ്ധം നടക്കുന്ന മോവാബുകാരുമായിട്ട് യുദ്ധം നടത്തുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ഏദോമ്യര് യുദ്ധമില്ലാതെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോഴേക്കും ഓഗിലെ രാജാവായ സീഹോന്, ബാഷാനിലെ രാജാവായ ഓഗിനെ തുടങ്ങിയുള്ള രാജാക്കന്മാരെ ഒക്കെ നശിപ്പിക്കുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ജോഷുവയുടെ പുസ്തകത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ 12-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഏതൊക്കെ രാജാക്കന്മാരെയാണ് ഇസ്രായേലിൽ ചെന്നിട്ട്, വാഗ്ദാന ദേശത്ത് ചെന്നിട്ട് പോലും ഇസ്രായേൽക്കാർ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയതെന്ന്. അപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു കഥ മുന്നോട്ട് വരികയാണ്. അമലേക്യരുമായിട്ടുള്ള യുദ്ധം നടക്കുന്നു. ആരാണ് അമലേക്യരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ കനാൻ നിവാസികൾ തന്നെയാണ്. അമലേക്യർക്ക് പ്രത്യേക ദേവന്മാരും ദേവതകളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ആ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഈ ഷേം, ഹാം, യാഫത്തിൻ്റെ തലമുറകളുടെ ഭാഗമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട്
ആ അമലേക്കിനുമായിട്ടുള്ള ഒരു യുദ്ധം ഒരു പ്രത്യേക സംവിധാനമുള്ള പ്രത്യേക ജീവിത സാഹചര്യത്തിൽ കഴിയുന്ന ദൈവാരാധനകളുള്ള ഈ ജനവുമായിട്ട് യുദ്ധം നടത്താൻ പോവുകയാണ്. എന്തിനാണ് യുദ്ധം നടക്കുക? പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഇസ്രായേൽ ജനത്തിന് കടന്നു പോകണം, ഈ അമലേക്യരുടെ ടെറിട്ടറിയിലൂടെ കടന്നു പോകണം. രണ്ടാമതായിട്ട് യുദ്ധം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത്, തുടർന്ന് വരുന്ന ജോഷുവയുടെ പുസ്തകത്തിൻ്റെ പഠനത്തിലൊക്കെ നമ്മൾ കാണും, യുദ്ധം നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമാക്കുന്നത് ഇത് അമലേക്യരുടെ ദേവതകൾക്കെതിരെയുള്ള ഒരു വലിയ യുദ്ധമാണ്. ഇതുവഴിയായി അമലേക്യര് ഏക കർത്താവാകുന്ന യഹോവയിൽ വിശ്വസിച്ച് അവര് കർത്താവിലേക്ക് തിരിയാനുള്ള ഒരു ഉപാധിയായിട്ടാണ് യുദ്ധത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അമലേക്യരുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്യരുമായി യുദ്ധം ചെയ്തു. 10-ാമത്തെ വാക്യമാണ്. മോശ, അഹ്റോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. ഇനി അടുത്ത രംഗം, മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ ഇസ്രായേല് പരാജയമുണ്ടാകുന്നു. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് മോശ ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള മോശയുടെ അധികാരത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു വിചിന്തനം നൽകുകയാണ്. മോശ നമ്മൾ പറയുന്ന പോലെ ഒരു വ്യക്തിയല്ല, ഒരു ആരെങ്കിലും എവിടെങ്കിലും എടുത്തുയർത്തിയ വ്യക്തിയല്ല, മറിച്ച് അധികാരത്തോടുകൂടി ദൈവമായ കർത്താവ് പറഞ്ഞയച്ചിരിക്കുന്ന വ്യക്തിയാണ് എന്ന് കൃത്യമായിട്ട് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്. നമുക്കിത് വീണ്ടും സംഖ്യയുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിലും അതുപോലെ തന്നെ 15-ാമത്തെ അധ്യായത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. സംഖ്യയുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു ഭാഗമാണല്ലോ മിരിയാം ശിക്ഷിക്കപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്താണ്? മിരിയാം മോശയോട് പറയുക, നിനക്ക് അധികാരമൊന്നുമില്ല, നീ എന്തിനാ കുഷ്യസ്ത്രീയെ കല്യാണം കഴിച്ചത്? ആ കുഷ്യസ്ത്രീയെ കല്യാണം കഴിച്ചതുകൊണ്ട് നീന്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളും പോയില്ലേ, നിനക്കൊരു അധികാരമില്ല എന്ന് പറഞ്ഞപ്പോൾ മിരിയാമിന് കുഷ്ഠം വരുത്തിക്കൊണ്ട് പറയുകയാണ്, ഈ മനുഷ്യനെ മോശയെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. മോശയുടെ അധികാരം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ അധികാരമാണ്. ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ആ അധികാരമാണ് പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുന്ന മോശ തിരിഞ്ഞെന്ന് പറയുകയാണ്, ഞാൻ ഈ ദൃശ്യം കടത്തി കാണാൻ ഞാനൊന്ന് തിരിയട്ടെ, ആസൂറാന ഞാനൊന്ന് തിരിയട്ടെ. എന്തിനു വേണ്ടിയിട്ട്? ഈ ദൃശ്യം അടുത്ത് കാണാൻ ഞാനൊന്ന് തിരിയട്ടെ. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇത് തിരിയുക എന്ന് പറയുന്നത് ഒരു കൺവേർഷനാണ്. ആ കൺവേർഷൻ്റെ വേറൊരു രീതിയാണ് 4-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കണ്ടത്. അതുവഴിയായിട്ട് ദൈവം മോശയെ പ്രത്യേകമായിട്ട് സവിശേഷമായിട്ട് തിരഞ്ഞെടുക്കുകയും ദൈവവും മോശയും തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരു വചനഭാഗത്തിൻ്റെ അർത്ഥമായിട്ട് മാറുന്നത്. കാരണം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതയാത്രയിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് മോശ തന്നെയാണ്. അതുകൊണ്ടാണ് മോശ കുറ്റപ്പെടുത്തുമ്പോൾ ജനത്തെ മോശ കുറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് ദൈവത്തിലേക്ക് ആ കുറ്റാരോപണങ്ങളുമായിട്ട് ചെല്ലുകയാണ്. മോശ ജനങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോവുകയാണ്. ഇതാണ് മോശയുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മോശയെ കവനന്റ് റിന്യൂവറായിട്ട് അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഒരു റിന്യൂവറാണ്. ഇവിടെ കാണുന്നത് ഉടമ്പടി ആരുമായിട്ടാണ് റിന്യൂ ചെയ്യേണ്ടത്? ദൈവവുമായിട്ടാണ് റിന്യൂ ചെയ്യുന്നത്. ഉടമ്പടി പോകുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ജനം ദൈവത്തിൽ നിന്ന് പാപങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഈ ഉടമ്പടിയുടെ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. ഈ ബന്ധത്തെ പുനഃസ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ദൈവമായ കർത്താവിൻ്റെ അടുത്തേക്ക് മോശ പോകുന്നത്. 17-ാം അധ്യായത്തിലും 16-ാമത്തെ അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുന്ന മോശയുടെ ഇൻ്റർസെഷൻ എന്ന് പറയുന്നത് അത് കൂടുതൽ പ്രകടമായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് 17-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള തിരുവചനങ്ങളിൽ കാണുന്നത്, അല്ലെങ്കിൽ 8 മുതലുള്ള തിരുവചനങ്ങളിൽ കാണുന്നത്. അത് ഒരു ഇൻ്റർസെഷനാണ്, ഇൻ്റർസെസറി റോളാണ് കാണുന്നത്. ഇസ്രായേൽ ജനം മോശയുടെ അടുത്ത് കുറ്റപ്പെടുത്തി പറയുമ്പോൾ അത് മോശയോട് മാത്രമല്ല ദൈവത്തോടുള്ള കുറ്റപ്പെടുത്തലാണ്. അങ്ങനെ വരുമ്പോൾ ദൈവവും ജനവും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. ആ ബന്ധം പുനഃസ്ഥാപിച്ചെടുക്കുന്നത് മോശ നടത്തുന്ന പ്രാർത്ഥനയിലൂടെയാണ്.
ആ പ്രാർത്ഥനയാണ് ഓരോ അത്ഭുതങ്ങളിലും ഓരോ അടയാളങ്ങളിലൂടെയും കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടത്. ഇവിടെ നടക്കുന്ന ഇന്റർസെസറി പ്രെയർ ഒരു യുദ്ധത്തിന്റെ മുൾമുനയിലാണ് ഇത് നിൽക്കുക. ഒരു യുദ്ധം നടക്കുക, അമലേക്യരുമായി ഇസ്രായേൽ ജനം യുദ്ധം ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കാം അമലേക്യരുമായി യുദ്ധം ചെയ്യുന്നത്? സാധാരണ വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ സാധാരണ കാഴ്ചപ്പാടിൽ നമ്മൾ പറയുന്നത്, അവർ യാത്ര ചെയ്തപ്പോൾ അമലേക്യർ വന്നു, യുദ്ധം ചെയ്തു, അവരുടെ നാട്ടിലൂടെ പോരെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നോക്കി, അവിടെയൊക്കെ ഒരു യുദ്ധത്തിന്റെ രീതി കണ്ടു, ആ യുദ്ധമാണ് പോയത്. എന്നാൽ ഒരു വിശ്വാസത്തിന്റെ കാഴ്ചപ്പാട് നോക്കിക്കഴിഞ്ഞാൽ ജനം യുദ്ധം ചെയ്യാൻ ഇടയാകാനുള്ള കാരണം ജനത്തിന്റെ പാപം നിമിത്തമാണ്. ഇസ്രായേൽ ജനം ദൈവത്തെ കുറ്റപ്പെടുത്തി, ദൈവത്തിനെതിരെ പിറുപിറുത്തു, മോശയ്ക്കെതിരെ പിറുപിറുത്തു, അഹറോനെതിരെ പിറുപിറുത്തു. അങ്ങനെ ഇസ്രായേൽ ജനം പിറുപിറുക്കുന്ന ജനമായി മാറി. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കാൻ വേണ്ടി അമലേക്യരെ പറഞ്ഞു വിടുന്നു. ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ഈ അമലേക്യരെ പറഞ്ഞു വിടുമ്പോൾ ഇവർക്ക് വേണ്ടി, ഈ ജനത്തിനു വേണ്ടി മധ്യസ്ഥനായിട്ട് നിൽക്കാൻ മോശ മലയുടെ മുകളിലേക്ക് കയറി നിൽക്കുന്നു. കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രാവശ്യം കൈകൾ ഉയർത്തുമ്പോൾ ജനം ജയിക്കുന്നു. ഓരോ പ്രാവശ്യം കൈ താഴ്ത്തുമ്പോൾ ഇസ്രായേൽ ജനം തോറ്റു പിൻവാങ്ങുന്നു. അങ്ങനെയാണ് ദൈവത്തിന് മുമ്പിൽ മോശ ഇസ്രായേൽ ഒരു കവനന്റ് റിന്യൂവറായിട്ട്, ഉടമ്പടിയുടെ റിന്യൂവറായിട്ട് മാറുന്നത്. എന്നിട്ട് അടുത്ത ഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇതിനെ അന്വർത്ഥമാക്കുന്നുണ്ട്. 14-ാമത്തെ വാക്യം, കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇതിൻ്റെ ഓർമ്മ നിലനിർത്താനായി നീ ഇതൊരു പുസ്തകത്തിൽ എഴുതി ജോഷുവായി വായിച്ച് കേൾപ്പിക്കുക എന്ന്. മോശ 15-ാമത്തെ വാക്യം, മോശ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിന് യാഹുവേ നിസ്സി എന്ന് പേര് നൽകി. എന്തെന്നാൽ അവൻ പറഞ്ഞു, കർത്താവിൻ്റെ പതാക കയ്യിലെടുക്കുവിൻ, തലമുറ തോറും കർത്താവിലേക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. കർത്താവ് ഉയർത്തി എന്നുള്ളതാണ് യാഹുവേ നിസ്സി എന്നുള്ള വാക്കിന്റെ അർത്ഥം. 17-15 ഒന്ന് നോക്കാം നമുക്ക്. 17-15 പറയുന്നത് ഇപ്രകാരമാണ്. ഹെബ്രായ ഭാഷയിൽ വൈബേൻ മൊഷേ മിസ്ബെയാഹ് വൈക്ര ഷെമോ അദോനായ് നിസ്സി, കർത്താവ് കൂടാരമടിച്ചു എന്നുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവ് അവിടെ കൂടാരമടി, ഇവിടെ ബലിപീഠം പണിയുന്നു, കർത്താവിനൊരു ബലി അർപ്പിക്കുന്നു. കവനന്റ് റിന്യൂവറായിട്ട് നിൽക്കുന്ന മോശ ചെയ്യുന്ന കാര്യമാണ്. ദൈവത്തിനെതിരെ പാപം ചെയ്യുന്ന ജനം, ദൈവത്തിനെതിരെ പിറുപിറുക്കുന്ന ജനം, ആ ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം അമലേക്യരെ പറഞ്ഞു വിടുന്നു. അമലേക്യരെ പറഞ്ഞു വിടുമ്പോൾ അവർ യുദ്ധമുണ്ടാകുന്നു. യുദ്ധത്തിന് നടുവിൽ മോശ ഒരു ഇന്റർസെസറായിട്ട് നിൽക്കുന്നു. അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാകുന്നു. ദൈവം ആ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തിന് അവർ ഒരു ബലിപീഠം പണിയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ മോശയുടെ റോള് അവതരിപ്പിക്കുന്ന രംഗം. അതാണ് 17-ാം അധ്യായത്തിൻ്റെ ഒരു ദൈവശാസ്ത്രമായിട്ട് നമ്മൾ കാണുക. ഇതിന് ശേഷമാണ് 18-ാമത്തെ അധ്യായത്തിലെ ഇസ്രായേൽ ജനം മുന്നോട്ട് പോകുന്ന അവസരത്തിൽ മോശയും ജത്രോയും കൂടി സമ്മേളിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. എന്തിനാണ് മോശ ജത്രോയുമായിട്ട് കൂടെ നിൽക്കുന്നത്? ആരാണ് ജത്രോ എന്ന് നമുക്കറിയാം. മോശയുടെ അമ്മായിപ്പനായ ജത്രോ. ആ ജത്രോയുമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ജത്രോയോട് പറയുകയാണ്, നിനക്ക് ഈ വഴിയൊക്കെ അറിയാമല്ലോ, നിനക്ക് ഈ വഴിയൊക്കെ അറിയാം. കാരണം മിദ്യാൻകാരനാണ്, അങ്ങോട്ട് പോകുന്നത് മിദ്യാൻ്റെ വഴിയിലൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് നീ ഞങ്ങളോട് വരിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശ ജത്രോയെ സമീപിക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്ന ഭാഗം. അവൻ പറഞ്ഞു, ഈജിപ്തുകാരനും ഫറവോയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ, കർത്താവ് സകല ദേവന്മാരെയൊക്കെ വലിയവനാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. എന്തെന്നാൽ ഈജിപ്തുകാർ അവരോട് അഹങ്കാരപൂർവ്വം പെരുമാറിയപ്പോൾ അവരുടെ പിടിയിൽ നിന്ന് അവിടുന്ന് തൻ്റെ ജനത്തെ മോചിപ്പിച്ചു. മോശയുടെ അമ്മായിപ്പനായ ജത്രോ ദൈവത്തിന് ദഹനബലിയും മറ്റു ബലികളും അർപ്പിച്ചു. ജത്രോയോടൊന്നിച്ച് ദിവസനിധി ഭക്ഷണം കഴിക്കുന്നതിനായി അഹറോനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും വന്നു. ഇവിടെ കാണുന്നത് ജത്രോയുടെ മാനസാന്തരമാണ്. അതായത് ദൈവത്തിൻ്റെ മിദ്യാനിലെ പുരോഹിതനായ ജത്രോൻ എന്നാണ് സാധാരണയായിട്ട് വിശേഷിപ്പിക്കുക. മിദ്യാനിലെ പുരോഹിതനായ ജത്രോ. മിദ്യാൻകാർക്കൊരു ദൈവമുണ്ട്, യഹ എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പുരോഹിതനായിട്ടാണ് ജത്രോയെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ കാണുന്ന രംഗമെന്ന് പറയുന്നത്, ഈ ജത്രോ പോലും
ഏകദൈവമായ കർത്താവിനെ ആരാധിക്കുകയും ആ കർത്താവിലുള്ള വിശ്വാസത്തെ ഏറ്റുപറയുകയും ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. മിദിയാൻ ആരുടെ മക്കളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഹാമിൻ്റെ മക്കളാണ് മിദിയാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം എടുത്തു കഴിഞ്ഞാൽ അബ്രാമിൻ്റെ ഭാര്യയായ കെത്തൂറായിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വിഭാഗമാണ് മിദിയാൻ എന്ന വാക്ക്. 25 അധ്യായം 2 വാക്ക് വത്തേലഹി അൻഷിബോർഹിം സിമ്രാൻ യക്ഷാൻ മദാൻ മിദിയാൻ, അങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മിദിയാൻകാർ യഥാർത്ഥത്തിൽ അബ്രാമിൻ്റെ സന്തതികളാണ്, കെത്തൂറായിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന സന്തതികളാണ്. അവർക്ക് ബഹുദൈവ വിശ്വാസമുണ്ട്. അവരുടെ ഒരു ദൈവമാണ് യഹ് എന്ന് പറയുന്ന ദൈവം. ആ ദൈവത്തിൽ വിശ്വസിച്ച് ബലിയർപ്പിച്ചു കൊണ്ടിരുന്ന പുരോഹിതനായ ജത്രോ എങ്ങനെയാണ് യഹൂദ സംസ്കാരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്, ഏകദൈവത്തെ ആരാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകളാണ് 18 അധ്യായത്തിൽ നമ്മൾ കാണുക. ഇനി മറ്റൊരു കാര്യം തന്നെ, അദ്ദേഹം ദൈവത്തിൻ്റെ നാമത്തെ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മോശയും അഹ്റോനും ഒക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നൊരു മറ്റൊരു സംഭവമാണല്ലോ 4 അധ്യായത്തിൽ കാണുന്ന സംഭവങ്ങളൊക്കെ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ജത്രോയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണ് ഇസ്രായേൽ ജനം ഈ യാത്ര ചെയ്ത് മിദിയാൻകാരനായ ജത്രോയുടെ മാനസാന്തരവും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം നേരെ വരുന്നത് റഫദീമിൽ നിന്ന് സീനായ് മലയിലേക്ക് വരുന്ന രംഗമാണ് പുറപ്പാടിൻ്റെ പുസ്തകം 19 അധ്യായം 1 തിരുവചനത്തിൽ നമ്മൾ കാണുക. അപ്പോൾ ആദ്യത്തെ ഫേസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ആദ്യത്തെ ഫേസ്, യാത്രയുടെ 1 ഫേസ്, അതായത് അവര് ഗോഷൻ എന്ന് പറയുന്ന ദേശത്ത് നിന്ന് യാത്ര ചെയ്ത് ഷൂർ എന്ന് പറയുന്ന സ്ഥലത്തൂടെ വന്ന് സിൻ എന്ന് പറയുന്ന മരുഭൂമിയിലൂടെ വന്ന് മാറ, എലീമ്, പിന്നെ മെരീബ, റഫദീം, അതുപോലെ തന്നെ സീനായ് എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നു വന്ന് സീനായ് മലയുടെ അടിവാരത്തിൽ തമ്പടിക്കുന്ന ഒരു രംഗമാണ്, അവിടം വരെയുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിലെ ദൈവശാസ്ത്ര ചിന്തകളെല്ലാം തന്നെ ഒരുപോലെ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേക സ്ട്രക്ചർ അതിനുണ്ട്. പ്രത്യേകമായ രീതിയിൽ ഓരോ സ്ഥലത്തിൻ്റെയും ഉൽപ്പത്തിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗമുണ്ട്. മൂന്നാമതായി മോശയുടെ ദൗത്യത്തെക്കുറിച്ചും മോശയുടെ അതോറിറ്റിയെക്കുറിച്ചും ഒക്കെ പറയുന്ന ഭാഗമാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ കാണുന്നത്. അപ്പം ഈ ഒരു ചിന്ത മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് നടത്തുന്ന വഴികളിലൂടെ യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ അഭിഷിക്തർക്കുണ്ടാകുന്ന അധികാരത്തെയും അവരുടെ ആ ഇൻ്റർസെസറി റോളിനെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ ദൈവവിശ്വാസത്തിൽ വളരുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇനിയുള്ള നാളുകളിൽ പ്രാർത്ഥിക്കുകയും തിരുവചനത്തെ ധ്യാനിക്കുകയും ചെയ്യാം. ആമേൻ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.